അല്ലാതെ നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഈ 300 രൂപ DD ഒക്കെ നിങ്ങൾ വെറുതെ കൊണ്ട് കളയുകയായിരിക്കും. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഓഫ്ലൈൻ ആപ്ലിക്കേഷന്റെ കൂടെ ആപ്ലിക്കന്റ് അറ്റാച്ച് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ പോസ്റ്റുകളുടെ നിയമമാണ് നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു അണ്ടർലൈനിൽ ചേർക്കേണ്ടത്. ഏത് പോസ്റ്റിലേക്കാണ് അയക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കണ്ടോൺമെന്റ് ബോർഡിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ്. ബെൽഗാമിലുള്ള കണ്ടോൺമെന്റ് ബോർഡാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ മിനിമം യോഗ്യത 7ാം ക്ലാസ് ആണ് പറയുന്നത്. അതിന് മേളിലോട്ട് യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം. അപ്പോൾ 7ാം ക്ലാസ്സിന് മേളിലോട്ട് യോഗ്യത ഉള്ളവർ തീർച്ചയായും വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറേ അധികം ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ DD അയക്കേണ്ട കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റിലൂടെ അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറക്കാതെ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. ഒരുപക്ഷെ അവസാനം വരെ കാണുമ്പോഴത്തേക്കും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടാകാം. ചാനൽ ആദ്യമായിട്ടാണോ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോമിന്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവസാനം വരെയും എത്തുമ്പോഴത്തേക്കും ഞാനത് അത്ര ക്ലിയർ ആയിട്ട് പറയാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ നമുക്ക് ആദ്യമായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോമിന്റെ കാര്യം പറയാം. ഇപ്പൊ പോസ്റ്റുകളുടെ നിയമമാണ് നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു അണ്ടർലൈനിൽ ചേർക്കേണ്ടത്. ഏത് പോസ്റ്റിലേക്കാണ് അയക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങളുടെ ഫുൾ നെയിം ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതുക. ഫാദർ അല്ലെങ്കിൽ ഹസ്ബൻഡ് നെയിം നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. അടുത്തതായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. വ്യക്തമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. അടുത്തതായിട്ട് നിങ്ങളുടെ ഏജ് ആണ് 19/3/2021 വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഏജ്, അതുപോലെ തന്നെ എത്ര മന്ത്സ് ആയി, എത്ര ഡേയ്സ് ആയി എന്ന് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ എഴുതേണ്ടതാണ്. അടുത്തതായിട്ട് ഇതിന്റെ കാറ്റഗറി, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് അപേക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ളതാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളതിനെ പറ്റിയിട്ട് നാഷണാലിറ്റി, പ്രസന്റ് അഡ്രസ്സും കൂടെ ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ചേർക്കാവുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ ഇയർ ഓഫ് പാസിംഗ്, പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, നെയിം ഓഫ് സ്കൂൾ ആൻഡ് ബോർഡ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശേഷമായിട്ട് പ്രോസസ്സിംഗ് ഫീ, അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ 300 രൂപ DD ആണ് അയക്കേണ്ടത്. DD അയക്കേണ്ട അഡ്രസ്സ് കാര്യങ്ങൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. ഞാൻ നോട്ടിഫിക്കേഷന്റെ താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു PDF-ന്റെ മുകൾ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് അഡ്രസ്സാണ്, ഏതിലേക്കാണ് നിങ്ങൾ 300 രൂപ പേയ്മെന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ 300 രൂപ അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, DD-യുടെ പുറകിൽ നിങ്ങളുടെ നെയിമും അഡ്രസ്സും എഴുതിയിരിക്കണം. ഒരു കാരണവശാലും മറക്കരുത്. ഓക്കെ, അപ്പോൾ 300 രൂപയാണ് അതിന്റെ ഫീ. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ഡ്രാഫ്റ്റ് നമ്പർ, ഡേറ്റ്, നെയിം ഓഫ് ബാങ്ക് എല്ലാം ഫില്ല് ചെയ്യുക. പ്ലേസ് ഇടുക, സിഗ്നേച്ചർ കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്താൽ മതിയാകും. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മേളിലേക്ക് പോയി മനസ്സിലാക്കാം. ഓഫീസ് ഓഫ് ദ കണ്ടോൺമെന്റ് ബോർഡ് ബെൽഗാം എംപ്ലോയ്മെന്റ് നോട്ടീസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ചൗക്കിദാർ, ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. OBC കാറ്റഗറിക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. അപ്പർ ഏജ് ലിമിറ്റ്, അതായത് മാക്സിമം ഏജ് ലിമിറ്റ് 28 ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മിനിമം 18 മുതൽ അപേക്ഷിക്കാവുന്നതാണ്. അത് കുറച്ച് താഴെ പറഞ്ഞിട്ടുണ്ട്. 18-നും 28 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാം. 7ാം ക്ലാസ് പാസ് മാത്രമാണ് ചോദിക്കുന്നത്. 17,000 രൂപയ്ക്കും 28,950 രൂപയ്ക്കും ഇടയ്ക്കാണ് സാലറി സ്കെയിൽ പറയുന്നത്. സഫൈവാല പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. 8 വേക്കൻസികളാണ്. ST കാൻഡിഡേറ്റിന് 1 വേക്കൻസിയും, OBC കാൻഡിഡേറ്റ്സിന് 4 വേക്കൻസിയും, ജനറൽ കാൻഡിഡേറ്റ്സിന് 3 വേക്കൻസിയുമാണ് പറഞ്ഞിട്ടുള്ളത്. ST കാൻഡിഡേറ്റ് ആണെങ്കിൽ മാക്സിമം അപ് ടു നിങ്ങൾക്ക് 30 വയസ്സുണ്ടെങ്കിലും കുഴപ്പമില്ല, അപേക്ഷിക്കാവുന്നതാണ്. ആ ഒരു ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. 19/3/2021 പ്രകാരം നിങ്ങൾക്ക് ഈ പറയുന്ന വയസ്സുകൾ ഉണ്ടെങ്കിൽ, അതിൽ താഴെയാണെങ്കിൽ മാത്രം അപേക്ഷിക്കാം. OBC കാൻഡിഡേറ്റിന് 28 വയസ്സ് വരെ അപ്പർ ലിമിറ്റ്, അതായത് 18-നും 28-നും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാം. ജനറൽ കാൻഡിഡേറ്റിന്
18നും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കുമ്പോൾ ഈ പറഞ്ഞ ഡേറ്റ് 19/3/2021 നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രം അപേക്ഷിക്കുക. അല്ലാതെ നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഈ 300 രൂപ DD ഒക്കെ നിങ്ങൾ വെറുതെ കൊണ്ട് കളയുകയായിരിക്കും. 7ാം ക്ലാസ് യോഗ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. 17,000 രൂപയ്ക്കും 28,950 രൂപയ്ക്കും ഇടയ്ക്കാണ് സാലറി പറയുന്നത്. അടുത്തതായിട്ട് കുറെ പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. വയർമാൻ, പ്രൈമറി അസിസ്റ്റന്റ് ടീച്ചർ, മറാത്തി മീഡിയം സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് മലയാളികൾക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല ശരിക്കും. പിന്നെ സെക്കൻഡ് ഡിവിഷൻ ക്ലർക്ക്, അപ്പോൾ അതിനും 3 ഇയർ ഡിപ്ലോമ മറ്റ് കമ്പ്യൂട്ടർ നോളജ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളവർ മാത്രം, അങ്ങനെ 3 ഇയർ ഡിപ്ലോമ ഒക്കെ ഉള്ളവർ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതിയാകും. സ്റ്റെനോഗ്രാഫർ വിളിക്കുന്നുണ്ട്. +2 ആണ് ചോദിക്കുന്നത്. അതുപോലെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് അപേക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആദ്യത്തെ 2 പോസ്റ്റുകൾ 7ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഷുവറായിട്ടും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം ചൗക്കിദാർ, സഫേവാല റിക്രൂട്ട്മെന്റുകൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/3/2021 ആണ്. മാർച്ച് 19-നാണ് അവസാന തീയതി. ഇവിടെ നിങ്ങൾ കാണാം ലോവർ ഏജ് ലിമിറ്റ് 18 വയസ്സ്. അപ്പോൾ 18നും പിന്നെ നിങ്ങൾ ഏത് പോസ്റ്റിനാണോ കൊടുക്കുന്നത് അതിൽ പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഈ ഏജിനും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ. അതായത് 18നും ഈ ഒരു ഏജ് ഏതൊക്കെയാണോ നിങ്ങൾ എടുക്കുന്നത് 18 തൊട്ട് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ടുള്ള അവസരം ഉണ്ട്. ഓക്കെ, വിശേഷമായിട്ട് പറയുന്നുണ്ട് SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം ഓഫ്ലൈൻ ആപ്ലിക്കേഷന്റെ കൂടെ. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഓഫ്ലൈൻ ആപ്ലിക്കേഷന്റെ കൂടെ ആപ്ലിക്കന്റ് അറ്റാച്ച് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൂഫ് ഓഫ് ഏജ്, അതായത് നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് തെളിയിക്കുന്ന, ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. അതുപോലെ തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 to be pasted on the application and other to be attached with the application indicated his or her name on back side. അത് ബാക്കിലും നിങ്ങൾ പിക്ചർ ഒട്ടിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റ് DDയുടെ കാര്യമാണ്. 300 രൂപയാണ് DD അയക്കേണ്ടത്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് DD. ബാങ്കിൽ ചെന്നിട്ട് നിങ്ങൾക്ക് DD അയക്കാം. ആ ഒരു അഡ്രസ്സ് അവിടെ പറഞ്ഞാൽ അവര് ചെയ്യുന്നതായിരിക്കും ബാങ്കിൽ നിന്ന് തന്നെ. ആ ബാങ്കിൽ നിന്ന് കിട്ടുന്ന സ്ലിപ്പ് നിങ്ങൾ ഈ ഒരു ഓഫ്ലൈൻ ആപ്ലിക്കേഷന്റെ കൂടെ അറ്റാച്ചും ചെയ്യണം. ഓക്കെ, എവിടാണെന്ന് പറയാം, അറ്റാച്ച് ചെയ്യണം. അതുകൂടാതെ അതിനകത്ത് ഡ്രാഫ്റ്റ് നമ്പർ, ഡേറ്റ്, ഏത് ബാങ്കിൽ നിന്നാണ് നിങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എല്ലാം നിങ്ങൾ ഇവിടെയും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. സോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.